തെക്കൻ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ രണ്ടിടങ്ങളിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 4 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. 2 സൈനികർക്ക് വീരമൃത്യു. കുൽഗാമിലെ മുദർഗാം, ഫ്രിസൽ, ചിനിഗാം എന്നീ മേഖലകളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുകയാണ്. സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണോ? വിവരങ്ങൾ. ആണ് ക്രിസ്tina. സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. ഈ മേഖലകളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള, പ്രത്യേകിച്ച് കുൽഗാം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഭീകരർ ഈ മേഖലയിലേക്ക് നുഴഞ്ഞു കയറി എന്ന വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാദേശികമായിട്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വീടുകളെയൊക്കെ മറയാക്കിക്കൊണ്ടാണ് ഭീകരർ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വലിയ വെല്ലുവിളിയാണ് ഈ ഭീകരരെ തുരത്തുക എന്നുള്ളത്. ആ ദൗത്യം ഏറ്റെടുത്ത് തെരച്ചിൽ നടത്തി വന്നിരുന്ന സേനാംഗങ്ങൾക്ക് നേരെയാണ് ഇന്നലെ ഭീകരർ നിറയൊഴിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഇന്നലെ ഉണ്ടായ സംഭവത്തിന് ഒപ്പം തന്നെ ഫ്രിസൽ എന്ന മേഖലയില് 4 ഭീകരരെ വധിക്കാനായിട്ട് സൈനികർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു സൈനികന് അവിടെ വീരമൃത്യുവും സംഭവിച്ചു. അങ്ങനെ ആകെ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 2ആയി മാറിയിരിക്കുകയാണ്. മേഖലയിൽ ശക്തമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ടെന്നും എല്ലാവിധത്തിലുള്ള ഭീകരരെ നേരിടാൻ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കിയിട്ടുണ്ട് എന്നും സേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിതിഗതികൾ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ നടത്തി. ഈ വീരമൃത്യു വരിച്ച കുടുംബാംഗങ്ങളെ അദ്ദേഹം തന്റെ അനുശോചനം അറിയിച്ചു. രാജ്യം അവർക്കൊപ്പം ഉണ്ടാകും എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ശരി. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.